ഹലോ. ഹലോ, മനഃശാസ്ത്രജ്ഞനാണോ? ആണല്ലോ. ഡോക്ടറെ, ഞാനേ 24 വയസ്സുള്ള അതിസുന്ദരിയായ തമന്നയെ പോലെ ഇരിക്കുന്ന ഒരു യുവതിയാണ്. തമന്നയോ? ആ, തമന്നയാണോ? അങ്ങനെ എല്ലാരും പറയുന്നേ. നിങ്ങൾ രാവിലെ എന്നെ പ്രലോഭിപ്പിക്കാതെ വിളിച്ച എന്നാന്ന് വെച്ചാ പറ. ഡോക്ടറെ, എന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം തന്നെ എന്റെ ഭർത്താവ് ഗൾഫിൽ പോയേ. എന്നിട്ട് വീട്ടിലാണെങ്കിൽ ഞാനും എന്റെ മുത്തശ്ശി മാത്രമേ ഉള്ളൂ. വഴി വെട്ടി എന്നെ അവിടെ വരുത്തും. ഡോക്ടറെ, എനിക്കൊരു സഹായം ചെയ്യോ? പിന്നെ അതെ, ഗൾഫിൽ പോയ എന്റെ ഭർത്താവിന് തിരിച്ചൊന്ന് നാട്ടിൽ കൊണ്ടുവരാൻ എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടോ? നിങ്ങൾ വിളിച്ചേക്കണ ഇന്ത്യൻ എംബസിയിലേക്കല്ല, ഡോക്ടർ തരകന്റെ ക്ലിനിക്കിലേക്കാണ്. അല്ല പിന്നെ ചിരിയോ ചിരി പുഞ്ചിരി തഞ്ചിടുന്ന വിളയാട്ടം, ഉലകാകയൊരോട്ടം. വന്ന വഴി വളച്ചെടുത്തോണ്ട് പോവല്ലേ? വളച്ചെടുത്തുണ്ടോ? എന്റെ പറയോ? അല്ല, ഇങ്ങനെ കാണിച്ചിട്ട് വരാൻ പറഞ്ഞില്ലേ? ഞാനതാ വന്നേ. അയ്യോ, ഇത് ഞങ്ങൾ ഡോക്ടർമാരൊരു അംഗവിക്ഷേപമാണത്. ആണല്ലേ? നിങ്ങൾക്ക് എന്നെ മനസ്സിലായി. ഞാൻ അറിയാം, പ്രശസ്തനായ ഡോക്ടർ തരകൻ. എന്നെ ഡോക്ടർ അങ്ങനെ തകരാൻ കാരണം എന്നാ? അല്ല, നിങ്ങളല്ലേ പറഞ്ഞ ഡോക്ടർ തകരാൻ? തകരാനല്ലോ, ഡോക്ടർ തരകൻ, സുപ്രസിദ്ധ സൈക്ലിൻകാരനോ? അല്ല, പഠിക്കാൻ ചെന്നപ്പോ ആ തന്തപ്പടി ഒരു മര്യാദക്ക് ഞാൻ പറഞ്ഞ വല്ല ഹോമിയോ ഡോക്ടർ ആയിക്കോളാം. സമ്മതിച്ചില്ല, നിർബന്ധം പിടിച്ചതാക്കിയെന്ന. അപ്പൊ അത് പറയാൻ പറ്റുന്നുണ്ടോ എനിക്ക്? ഇതെന്താണ് അവിടെ പ്ലാൻ ചെയ്യണെന്താണ്? ഞാനൊരു ഡോക്ടർ, അതൊക്കെയാണോ? ഓക്കെയാണ്, അത് മതി. നിങ്ങൾ ആരാന്ന് പറഞ്ഞില്ലേ? ഞാൻ മെൽവിൻ. അത് ഓസ്ട്രേലിയയിലല്ലേ? അത് മെൽബൺ, ഞാൻ മെൽവിൻ. എന്റെ ചേട്ടന് ബണ്ണില്ല ഡോക്ടറെ. ദാമ്പത്യ ജീവിതത്തിൽ ബണ്ണിന് വലിയ പ്രാധാന്യമില്ല, അതുകൊണ്ട് അത് നിങ്ങൾ വന്ന കാര്യം പറയൂ. ഡോക്ടറെ, എന്റെ ചേട്ടനൊരു രോഗമുണ്ട്. അത് ശരി, നിസാരക്കാരനല്ലല്ലേ ഈ നിൽക്കുന്നത്. എന്താണ്? കൊള്ളാലോ. എന്താണിത്? ഡോക്ടർ എന്തീ നോക്കുന്നേ? അല്ല, നിങ്ങളുടെ ഭർത്താവിന് ഒരു രോമം ഉണ്ടെന്ന് പറഞ്ഞു, അത് എവിടെ നോക്കുമായിരുന്നു? അയ്യേ, ഡോക്ടർ ഒരു രോമം ഉണ്ടെന്നല്ല, ഒരു രോഗം ഉണ്ടെന്ന്. ഒരു സൂക്കേട്. തനിക്ക് എന്തിന്റെ സൂക്കേട്? അല്ല, എന്താണ് സൂക്കേടെന്ന് ചോദിക്കാൻ വന്ന ടോൺ മാറിപ്പോയത്. ഈ ചേട്ടനുണ്ടല്ലോ, പരിസരം പോലും നോക്കാണ്ട്, ഞാൻ പറയട്ടെ, സിറ്റുവേഷൻ പോലും നോക്കാണ്ട് ഉറങ്ങി പോകുന്നു. സിറ്റുവേഷൻ നോക്കാതെ ഉറങ്ങിപ്പോ. അതാണ്. അത് കൊള്ളാലോ. 12 പ്രാവശ്യം എനിക്ക് സസ്പെൻഷൻ വരെ കിട്ടിയിട്ടുണ്ട്. ട്രാഫിക്കിൽ നിന്ന് ഞാൻ ഉറങ്ങിപ്പോയിട്ടുണ്ട്. അതാണ്. എന്ത് മഹാകാര്യമായിട്ടാ പറയാ, ട്രാഫിക്കിൽ നിന്ന് വരെ ഞാൻ ഉറങ്ങിപ്പോയി. എന്റെ പൊന്നു ഡോക്ടറെ, ട്രാഫിക്കിൽ ഇന്ന് ഉറങ്ങിയത് പോട്ടെ, ഇങ്ങനെ ഇന്നലെ കുളിക്കാൻ കയറി ബാത്റൂമിൽ കിടന്ന് ഉറങ്ങിപ്പോയി. അതും പോട്ടെ, എന്റെ അനിയത്തിന്റെ കല്യാണത്തിന് ജ്വല്ലറിയിൽ സ്വർണ്ണം എടുക്കാൻ പോയപ്പോഴല്ലോ, ആ ജ്വല്ലറി കിടന്ന് ഉറങ്ങിപ്പോയിട്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ എല്ലാരും കൂടി വീഡിയോ എടുത്ത് എന്നെ നാട്ടിച്ച് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞ് ആകെ പ്രശ്നമായി. പിന്നെ കല്യാണത്തിന് വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്നിട്ട് മുരിങ്ങാക്കോല് വായൽ വെച്ച് അവിടെ ഇന്ന് ഫോട്ടോ കൊടുത്തിട്ട് അതും ആൽബത്തിലൊക്കെ വന്ന് ആകെ പ്രശ്നമായിരുന്നു. ഡോക്ടറെ പറ, ഡോക്ടറെ പറ, ഇങ്ങനെയുള്ള ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കണോ ഡോക്ടറെ? ഡോക്ടർ പറയണ പോലെ ഞാൻ ഈ ജനറേറ്റർ റൂമിൽ കിടന്ന് ഞാൻ എങ്ങനെ ഉറങ്ങുണ്ടോ? കാര്യം പറഞ്ഞു മനസ്സിലാക്കി. കാര്യം പറഞ്ഞു. നിങ്ങൾ ഇങ്ങനെ ഡാം തുറന്നു വിട്ടോട്ട് പറഞ്ഞാൽ എനിക്ക് പിടികിട്ടുവോ? ഒന്ന് സമാധാനത്തിൽ നിർത്തി പറ. ഡോക്ടറെ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് 7 വർഷമായി. കണ്ടാ പറയല്ലേ, പക്ഷെ കൊണ്ടാ നീ പറയും. ഞങ്ങളുടെ ആദ്യ രാത്രി എന്താ നടന്നെന്ന് ഡോക്ടർക്ക് അറിയോ? ഇല്ല, അത് പറഞ്ഞത് കേക്കട്ടെ. അത് കേക്കട്ടെ. ആദ്യ രാത്രി എന്നാ ഉണ്ടായി? ആദ്യ രാത്രി ഇങ്ങനെ പാലായിട്ട് വരുമല്ലോ. വന്നു കഴിഞ്ഞിട്ട് ഞാൻ ഈ പാല് കൊടുത്തിട്ട് പകുതി കുടിച്ചിട്ട് പകുതി എനിക്ക് തരണമല്ലോ. അത് പാല് കൊടുത്ത് ഞാൻ ഇങ്ങനെ നാണം കൊണ്ട് കളമൊക്കെ വരച്ച് ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുവാ. ഇപ്പൊ പാല് കിട്ടുമെന്ന് ഓർത്തിട്ട് കുറച്ചേരം കഴിഞ്ഞപ്പോ കേൾക്കുന്ന ഒരു കൂർക്കം വലിയ തിരിഞ്ഞു നോക്കിയപ്പോ ഇങ്ങനെ ആ പാല് ഗ്ലാസും ചുണ്ടത്ത് വെച്ചിരുന്ന് ഉറങ്ങുവാന്ന്. എന്ത് ചെയ്യാന്ന് പറഞ്ഞു. ഇങ്ങനെ ഉറങ്ങിക്കാൻ എങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്? നിങ്ങൾക്ക് കുട്ടികളുണ്ടോ? ഉണ്ട്, 3 കുട്ടികള്. ഈ ഉറക്കത്തിനടക്കുക ഇടയ്ക്കൊക്കെ മൂത്രം ഒഴിക്കാൻ വേണ്ടി എഴുന്നേക്കുമല്ലോ. എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തന്നേ പറ്റുള്ളൂ ഡോക്ടറെ. ഇത് വല്ലാത്തൊരു അവസ്ഥയാണ് കേട്ടോ. ഇതിനെ ഞങ്ങൾ മെഡിക്കൽ സയൻസിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ ഡോക്ടർമാരുടെ ഭാഷയിൽ എന്നാ പറയും? എന്നാ പറയണമെന്ന് ആലോചിക്കട്ടെ. എന്തെങ്കിലും കള്ളക്കഥ ഉണ്ടാക്കി പോണതിന് മുമ്പ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ നമുക്ക് വേരോടെ പിഴുതെടുക്കണം. അങ്ങനെയൊക്കെ വേരോടെ പിഴുതെടുക്കാൻ പറ്റുമോ? പിന്നെ പറ്റും. കമ്പിപ്പാരക്ക് ഇങ്ങനെ കുത്തി ആണ്ട ഇതന്നെ വെച്ചേക്കണേ. അയ്യോ ഡോക്ടർ, അതേ ഉറങ്ങി. നിന്നാ ഇപ്പൊ ഉറങ്ങി പോകണം. എന്ത് ചെയ്യാ? ചിരിക്കണം. അതെന്താന്നറിയോ, ഞാൻ ഉറങ്ങുന്ന കാര്യം മാത്രമല്ലേ ഡോക്ടറിനോട് പറഞ്ഞത്. ഇങ്ങനെ ഉറങ്ങി പോകുമ്പോ ആരെയാണോ സ്വപ്നം കാണുന്നത് അയാളുടെ ക്യാരക്ടർ അങ്ങ് മാറുവാ. പിന്നെ പഴശ്ശിയുടെ യുദ്ധം കമ്പനി കാണാൻ പോകുന്നതേ ഉള്ളൂ. എന്റെ ദൈവമേ, ഇന്ന് പഴശ്ശിയാ. ഇന്നലെ എന്തോ ഒരു യുദ്ധമായിരുന്നു അറിയോ കിടന്ന്. ഡോക്ടർ ഒന്ന് ചോദിക്കേ. ഈ പഴശ്ശി തീരുമാനിക്കും ഈ മണ്ണ് ആരുടെയൊക്കെയാണെന്ന്. ഈ ചോര കൊണ്ട് പഴശ്ശി എഴുതും. ഈ കൂർക്കമരിയാണ് കുറെ എഴുതും. ഒന്ന് എഴുന്നേറ്റ്. നീങ്ങിന്നെ.
ക്ഷമിക്കണം കേട്ടോ. ഇപ്പൊ ഞാൻ ആരായിരുന്നു? പഴശ്ശിരാജ. അയ്യോ, പുള്ളി ഉപബോധ മനസ്സിൽ എന്തോ കയറി കൂടിയിട്ടുണ്ട്. അതാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ബോധ മനസ്സ് എങ്ങനെയായിരിക്കും എന്റെ? തനിക്ക് ബോധ മനസ്സുണ്ടോ? വല്ല ബോധം കൊണ്ട് ഇങ്ങനെ കൊണ്ട് തുടങ്ങും. അത് sorry. തനിക്ക് ബോധ മനസ്സിൽ ഉപബോധം മാത്രമേ ഉള്ളൂ. അതെ. അത് ആ മനസ്സിൽ നിന്ന് എടുത്ത് കളയണം. വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പുള്ളി അടിക്കുമോ? അടിക്കൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുമെങ്കിൽ എന്നെ എപ്പോഴെങ്കിലും ഒന്ന് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്, അല്ലാതെ അടിക്കൊന്നുമില്ല ഡോക്ടറെ. നിങ്ങളെ തല്ലുവോ തെരുവ് വിളിക്കുമെന്നാണ് ഞാൻ ചോദിച്ചത്. പിന്നെ പുള്ളി കള്ള് കുടിക്കുമോ മദ്യം അടിക്കുമോ? ഇതുവരെ കുടിച്ചിട്ടില്ല. ആണോ? വിഷുവിന് ഞാൻ വൈറ്റ് അടിച്ചായിരുന്നു. വിഷുവിനാണോ അത്? അത് ക്രിസ്മസിനല്ലേ അടിക്കേണ്ടത്? എന്നത് സൈഡ് ഡ്രം. സൈഡ് ഡ്രം അല്ല, വൈറ്റ് ഡ്രം വിഷുവിന് അടിച്ചായിരുന്നാണ് ഞാൻ. അന്ന് മാത്രമേ ഞാൻ 2 അടിച്ചു. അല്ലാണ്ട് 2 അടിച്ചാൽ ഉറക്കത്തിന് അതൊരു പ്രശ്നം. അതുകൊണ്ടല്ല ഉറക്കം. എനിക്ക് തോന്നുന്നു ഞാൻ വേറൊന്നും വിചാരിക്കില്ല. ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല ഡോക്ടറെ. ഈ പുള്ളി സ്ത്രീകളുമായിട്ട് എങ്ങനെയാ? സ്ത്രീകളായിട്ട് ഒരു ഇഷ്യൂ ഇല്ലെന്നേ. ആര് പറഞ്ഞു? ആര് പറഞ്ഞെന്നാ? അയ്യോ, അപ്പൊ നിങ്ങൾക്ക് ഉണ്ടല്ലോ സ്ത്രീകളായിട്ട്. അയ്യോ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ആരാണ് നിന്നോട് ഈ നഗ്ന സത്യം പറഞ്ഞേന്ന് ഞാൻ ചോദിക്കുവായിരുന്നു. ആര് പറഞ്ഞു? ആര് പറഞ്ഞു? ഇല്ല ഡോക്ടറെ. കണ്ണെ കൊള്ളാനുള്ള പുരുവത്ത് കൊണ്ട് പോയെന്ന് പറഞ്ഞാൽ പുരിയത്തിന് പറ്റുന്ന അല്ല, പുരുവത്തിന് ഇച്ചിരി കട്ടി കുറവാണ് വെച്ചാൽ കരടി നീ തരുമോ എന്ന് ചോദിക്കുവായിരുന്നു. ഞാൻ ലാടവൈദ്യനല്ല. ഞാൻ അറിയാലോ, ഞാൻ സുപ്രസിദ്ധ സൈട്ര അല്ല. വേണ്ട, ഒരു ഡോക്ടർ. അത് പറഞ്ഞാൽ മതി. അത് പിടിച്ചു. അതെ, നമുക്ക് ഈ പുള്ളിനെ ഒരു പണി ചെയ്യാം. ഈ മനസ്സിൽ നിന്ന് സാധനം ഉറക്കമുള്ളത് അത് ഞാൻ എടുത്ത് എന്ത് ചെയ്യാനാന്ന് ഒരു SI ആണെന്ന് പറഞ്ഞ് കൊമ്പമ്മീശയും വെച്ച് നിന്നുറങ്ങും. ഒരിക്കൽ രാജുമൻ എന്നോട് ചോദിച്ചു അങ്കിളിന്റെ ഫാദർ ആരാണെന്ന്. ഈ പുള്ളിയുടെ ഫാദർ ആരെന്ന് അറിയാവോ? വിളിച്ചു ചോദിക്കാം. ചെറുപ്പത്തിലേ വല്ല തട്ടും കിട്ടിയിട്ടുണ്ടോ? മനസ്സിൽ കിട്ടുവാൻ തോന്നിക്കഴിഞ്ഞാ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും. എന്നെ ചെയ്യാനാ വിളിച്ചെന്നേപ്പിക്കും നിങ്ങൾ. ചേട്ടാ ഒന്ന് എഴുന്നേറ്റ്. അയ്യോ, ഇപ്പൊ ഞാൻ ആരായിരുന്നു ശാലിനി? നിങ്ങൾ ഇപ്പൊ രാജാവിന്റെ മകൻ ആണോ? ആ ഫിഗർ എനിക്ക് കറക്റ്റ് അല്ല. പഴശ്ശിരാജ ഡിറ്റോ ഫിഗർ ആയിരുന്നു. ഡോക്ടർ അടുത്തായിട്ട് ഉറങ്ങി പോണേ മുന്നേ എന്തെങ്കിലും ഒന്ന് ചെയ്യേ. എനിക്ക് സീരിയസ്നെസ് മനസ്സിലായി. ഒരു കാര്യം ചെയ്യാം, ഞാൻ ഹിപ്നോട്ടിസ് ചെയ്യാം പുള്ളിനെ. അയ്യോ, എന്നെ വെറുതെ നാട്ടിക്കരുത്. നോട്ടീസ് അടിച്ച് എന്നെ നാട്ടിക്കരുത്. നിങ്ങളല്ലേ പറഞ്ഞ എന്നെ ഇപ്പൊ ഹിപ്നോട്ടീസ് അടിക്കുന്നു? ഇപ്പൊ നോട്ടീസ് അടിക്കുന്നാണോ പറയുന്നത്? എടോ, ഹിപ്നോട്ടിസം അതായത് തന്നെ ഉറക്കി കിടത്തിട്ട് തന്റെ മനസ്സിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞാൻ എത്തി കളയും. ഉറക്കത്തിന്റെ കേസാണെങ്കിൽ ഞാൻ ഓക്കെ, ഞാൻ റെഡിയാണ്. ചെയ്യണോ? എന്നതേ വന്നുകൂടി ഇരിക്കും. ഓക്കെ, കിടക്കട്ടെ. ഞാൻ കിടക്കുന്ന ഇരുന്നാ മതി. അപ്പോ ശരി, നമുക്ക് നോക്കാം. എന്താ ഇത് കാണിക്കുന്നത്? നിങ്ങൾ ഇപ്പൊ ഉറങ്ങിയത്? എന്തായാലും നിങ്ങൾ ഉറക്കൂല. അപ്പോൾ ഞാൻ ഉറങ്ങുവാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. എടോ, ഞാൻ പറയുമ്പോഴേ നിങ്ങൾ ഉറങ്ങാവുള്ളൂ. പറയുന്നതിന് മുമ്പ് ഉറങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് ഡയലോഗ് ഇല്ലാതെ ഞാൻ ഇവിടെ നിന്ന് പുഴുക്കും. അറിയോ? ഞാൻ പറയുമ്പോൾ ഉറങ്ങിയാൽ മതി. മെൽബിൻ, നിങ്ങൾ ഉറങ്ങുകയാണ്. ആദ്യത്തേന് തന്നെ ഉറങ്ങിയോ? ഉറങ്ങുക. എന്തെങ്കിലും കാണിക്കും. ഉറങ്ങുകയാണ്. ഉറങ്ങിക്കഴിഞ്ഞു. സംഭവം ഉറങ്ങി. ഇനി ഇപ്പോഴുള്ള മനസ്സിലുള്ള പ്രശ്നം ഞാനെടുത്ത് പുറത്തേക്ക് ഇടും കേട്ടോ. നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് എത്ര നാളായെന്ന് പറഞ്ഞു? 7 വർഷം. 7 വർഷം. ഇപ്പൊ 7 വർഷം തൊട്ട് ഉറങ്ങുന്നല്ലേ? അപ്പൊ അതിന് മുമ്പിലുള്ള സംഭവ വിഷയം 8 വർഷം പുറകിലേക്ക് കൊണ്ടുപോകാൻ പുള്ളിനെ അറിയും. മെൽബിൻ, നിങ്ങളിപ്പോൾ 8 വർഷം പുറകിലാണ്. 24 വർഷമായി കേട്ടോ. അതിനിടയ്ക്ക് 8നെ 3 കൊണ്ട് ഗുണിച്ചോ? ഉറക്കത്തിൽ കിടന്ന് ഗുണിക്കുന്നു. കുടിക്കേണ്ട ഒരു വരും കേട്ടോ. 16 വർഷം ഫോർവേഡ് വന്നു. ഇപ്പൊ നിങ്ങൾ 8 വർഷം പുറകിലാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? അന്ന് ഞാൻ കൂട്ടുകാരായിട്ട് അടിച്ചു പൊളിച്ച് ജോലിയൊക്കെ ചെയ്ത് സന്തോഷമായിട്ട് ജീവിക്കുമായിരുന്നു. അങ്ങനെ സന്തോഷപരമായി ജീവിക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ തട്ടുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഉണ്ട് ഡോക്ടർ. തുറന്നു പറയും. എന്താണ്? ആ സമയത്ത് ഞാൻ കൊഴിഞ്ഞാമ്പാറ സ്റ്റേഷനിൽ SI ആയിട്ട് ജോലി നോക്കുമായിരുന്നു. അടിപൊളി. കൊഴിഞ്ഞാമ്പാറ കിടുക്കൻ കഥക്ക് പറ്റിയ സ്ഥലം കേട്ടോ. എന്തെങ്കിലും കിട്ടും. SI ആയിട്ട് ജോലി ചെയ്യുമ്പോ അന്നൊരു അമാവാസി ആയിരുന്നു. ഏതമ്മാവന് വാശി? അമ്മാവന് വാശിയല്ല, അന്നൊരു അമാവാസിയായിരുന്നു. എടോ, കർത്തവാവെന്ന് പറഞ്ഞാൽ മതി എന്നെ കൂടെ തെറ്റിക്കാനായിട്ട്. ഞാൻ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി ചെയ്യുകയായിരുന്നു. പുറത്ത് കോരി ചൊരിയുന്ന മഴ. അടിപൊളി. എന്നിട്ട് ആ സമയത്ത് കോൺസ്റ്റബിൾ രേഷ്മ ഡ്യൂട്ടിക്കായിട്ട് സ്റ്റേഷനിലായിട്ട് നനഞ്ഞു കുളിച്ച് കയറി വന്നു. ഞാൻ പറഞ്ഞില്ലേ, കൊഴിഞ്ഞാമ്പാറ കേറി കൊഴുക്കുന്നുണ്ട്. താനും ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കട്ടെ. ഞാൻ കാണും. ഇടയ്ക്കേറി സംസാരിച്ച പോകും. ഉള്ളിലുള്ള മൊത്തം എടുക്കണ്ടേ നമുക്ക്? എന്നിട്ട് എന്നിലെ എന്റെ കണ്ണിൽ ഇരുട്ട് കയറി ഡോക്ടർ. ഇരുട്ട് കയറിട്ട് എന്നിലെ എന്റെ ബ്ലഡ് രക്തസമ്മർദ്ദം എന്ന് തെറ്റിക്കാതെ പറയാവോ? അത് പറയാം. അത് മതി. എന്റെ രക്തസമ്മർദ്ദം കൂടട്ടെ. എന്നിലെ മൃഗം ഉണർന്നു. എന്റെ ഉള്ളിലെ മൃഗമാണെന്ന് എന്റെ പുറത്ത് പിന്നെ ടൊവിനോ തോമസ് അല്ലേ? ഉണർന്നിട്ട് ഞാൻ മെല്ലെ എഴുന്നേറ്റു. ഈ ഷൂസ് ഇട്ട കാലുകൊണ്ട് ശബ്ദമുണ്ടാക്കാതെ മുൻപോട്ട് നടന്നു. പാടിച്ച കളനാ കേട്ടോ. അല്ലെങ്കിൽ ഈ ഷൂസ് വിട്ട് ഒച്ച കേൾപ്പിക്കാൻ നടക്കാന്ന് പറഞ്ഞ നിൻസാരക്കാരനല്ലേ ഇരിക്കുന്നത്. ഷൂസ് ഇട്ട് നടന്നിട്ട് മെല്ലെ നടന്നപ്പോ ചുമരിൽ തൂക്കിയിരിക്കുന്ന കടികാരത്തിൽ മണി 1 അടിച്ചു. എന്റെ മെൽവിനെ, ഈ കഥയിൽ കടികാരത്തിന് പ്രസക്തിയില്ല. നിങ്ങൾ മാറ്ററിലേക്ക് പോവാ. ഞാൻ മെല്ലെ രേഷ്മയെ ലക്ഷ്യമാക്കി നടന്നു. അടിപൊളി. മെല്ലെ നടന്നിട്ട്
ഞാൻ ആ, ആ. രേഷ്മയുടെ രശ്മിയുടെ രേഷ്മയുടെ ടിഫിൻ ബോക്സ് തുറന്ന് അതിനകത്തിരുന്ന് മുട്ട വറുത്ത് എടുത്ത് കഴിച്ചു ഡോക്ടർ. അപ്പൊ ഈ മുട്ട വറുത്ത കഴിക്കാനാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയത്. ആ മുട്ട വറുത്ത കഴിച്ചിട്ട് ഞാൻ മെല്ലെ എന്റെ സീറ്റിൽ തന്നെ ഞാൻ വന്ന് ഒന്നും അറിയാതെ ഇരുന്നു. അപ്പൊ ആദ്യം മൃഗം ഉണർന്നു അതിന്റെ അത് മുട്ട വറുത്ത് കഴിച്ചപ്പോ തന്നെ അങ്ങ് ഉറങ്ങി. ഏത് മൃഗമാണ് ഈ മുട്ട വറുത്ത് കഴിക്കാൻ വേണ്ടി എഴുന്നേക്കുന്ന മൃഗം? ഈ സമയത്ത് രേഷ്മ കുളിമുറിയിൽ നിന്ന് നേരെ കടന്നു വന്നു. രേഷ്മയെ കണ്ടപ്പോൾ ഞാൻ ജാലിത കൊണ്ട് ഉറങ്ങിയ പോലെ കിടന്നു ഡോക്ടർ. പിന്നെ ഞാൻ അങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ രേഷ്മേനെ എപ്പോ കണ്ടു കഴിഞ്ഞാലും ഞാൻ ഉറങ്ങിയ പോലെ കിടക്കും, അങ്ങ് ഉറങ്ങിപ്പോവും. എല്ലാ സംഭവം അറിയോ? രേഷ്മയുടെ മുട്ട എടുത്ത് കഴിച്ചതിന്റെ പ്രശ്നമാണ്. ആ മുട്ടയുടെ പണിയാണ് ഈ നടക്കുന്ന മുഴുവൻ. അത്രേ ഉള്ളൂ? അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇത് ഞാൻ സംഭവം വേരോടെ പിഴുതങ്ങ് കളയാം കേട്ടോ. അതെ മെൽബിൻ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിന്നും ആ മുട്ട ഞാനങ്ങ് എടുത്ത് മാറ്റുവാണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് മുട്ടയില്ല. ഓക്കെ, നിങ്ങളുടെ മനസ്സിൽ ഇനി മുട്ട ഓംലെറ്റ് ഇല്ല. ഓക്കെ, എന്നാൽ ഇനി ഉണരൂ ഉപഭോക്താവേ, ഉണരൂ. അതൊരു ഡോക്യുമെന്ററി അല്ലേ? അല്ല, അത് നിങ്ങളിപ്പോ എന്റെ ഉപഭോക്താവാണല്ലോ, അപ്പൊ എനിക്കത് പറയാലോ. ഉണരൂ. ചേട്ടാ ഓക്കെയാണ്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല? ഇല്ല, രേഷ്മ മുട്ട വറുത്തുമില്ല. ഒരു പ്രശ്നവുമില്ല. നീ ഉറക്കം മാറാനുള്ള വേറെ സംഭവം കൂടെ ഉണ്ട്. ഉറക്കം മാറാനുള്ള സംഭവം ഉണ്ടോ? ഒരു സംഭവം കൂടെ ഉണ്ട്, അത് ഞാനങ്ങ് തരും. പിന്നെ ഉണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ സ്വപ്നങ്ങൾ. പിന്നെ സ്വപ്നം വേണം. എനിക്കൊരു സ്വപ്നമുണ്ട്, നിങ്ങൾക്കൊക്കെ സ്വപ്നം കാണും. ഡോക്ടറുടെ സ്വപ്നം എന്നായിരുന്നു? എന്റെ സ്വപ്നം എന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ പറ, ആരാവണമെന്നായിരുന്നു? എന്നാ ഞാനും സത്യം പറയാം. പറഞ്ഞു. എനിക്ക് സ്വപ്നം ഇല്ലാത്തൊരു സാധു മനുഷ്യനാണ്. ആണല്ലേ? നിങ്ങൾക്ക് വല്ല സ്വപ്നം ഉണ്ടോ? എനിക്ക് DYSP ആവണമെന്നായിരുന്നു എന്റെ സ്വപ്നം. നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾക്ക് ഞാനൊരു സാധനം തരാം, ഇതങ്ങ് കഴിച്ചാൽ മതി. ഈ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സ്വപ്നം എന്താന്ന് പറഞ്ഞു? DYSP വേണം. അങ്ങനെയാണെങ്കിൽ സാർ ഈ ഗുളിക പിടിച്ചേ, എന്നിട്ട് എനിക്ക് IG ആയാൽ മതി. IG ആവാനുള്ള ഒരു ഗുളിക ഞാൻ ഗുളിക കഴിച്ച് പിന്നെ എന്താണ് പറഞ്ഞത്? നിങ്ങളുടെ ഉറക്കം മാറണ്ടേ, എന്നാലേ നിങ്ങളുടെ സ്വപ്നത്തിലേക്ക് എത്താൻ പറ്റുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. കുടിച്ച വെള്ളം കുടി കണ്ടോ. ഇനി നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല, നിങ്ങളുടെ ഉറക്കമൊക്കെ മാറി നിങ്ങളുടെ സ്വപ്നം ഫലിക്കും. അബ്ദുൽ കലാം പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? എന്താ പറഞ്ഞ? നമ്മൾ സ്വപ്നം കാണുക, കണ്ടുകൊണ്ടേയിരിക്കുക, എന്നാലേ നമ്മൾ ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ പറ്റുള്ളൂ. അപ്പൊ ഇനി എനിക്ക് ഉറക്കമില്ല. അബ്ദുൽ കലാം പറഞ്ഞ എന്നാ പറഞ്ഞ? സ്വപ്നം കാണുക, കണ്ടുകൊണ്ടേയിരിക്കുക, എങ്കിൽ നമ്മൾ ജീവിതത്തിൽ. എന്തിനാണ് അബ്ദുൽ കലാം പറഞ്ഞ? ഒന്നൂടെ പറഞ്ഞേ. സ്വപ്നം കാണുക, കണ്ടുകൊണ്ടേയിരിക്കുക, ജീവിതത്തിൽ ഉന്നതങ്ങളിൽ എത്താൻ പറ്റും. ഗുളിക തന്ന എന്റെ ഉറക്കം കളഞ്ഞില്ല. ഇനി ഞാൻ എങ്ങനെ സ്വപ്നം കാണും? എന്റെ പ്രമോഷൻ എങ്ങനെ സാധിക്കൂടാ? തെണ്ടി